Hi students, I am Srija. Econo University M.Com first semester subject ആണ് MCU 21 Managerial Economics. Managerial Economics ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് Managerial Economicsന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് Unit 1 Scope of Managerial Economics. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് തിയറീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ എക്കണോമിയിൽ പ്രധാനപ്പെട്ട ചില എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ കുറേയധികം എക്കണോമിക് തിയറീസ് നമ്മുടെ എക്കണോമിസ്റ്റുകൾ, സാമ്പത്തിക വിദഗ്ധർ കുറേയധികം എക്കണോമിക് തിയറീസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിയറിയുടെ ബേസിലാണ് നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്, സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ, നമ്മളുടെ സറൗണ്ടിങ്ങിൽ, നമ്മളുടെ എൻവയോൺമെൻറ്റിൽ, നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മൾ ചില സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിനെ നിയന്ത്രിക്കുന്ന മേജറായിട്ടുള്ള എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? കോർപ്പറേഷൻസ്, ഗവൺമെൻറ്റ്സ് ആൻഡ് മാർക്കറ്റ്സ്. എന്താണ് കോർപ്പറേഷനുകൾ? നമ്മളുടെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള, പബ്ലിക് ആയിട്ടുള്ള, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ത് മാനുഫാക്ചർ ചെയ്യണം, എങ്ങനെ അവർ സപ്ലൈ ചെയ്യണം, എത്ര പ്രൈസ് ഫിക്സ് ചെയ്യണം, സൊസൈറ്റിയിൽ എങ്ങനെയാണ് അവരുടെ മാനുഫാക്ചറിങ്, മറ്റു കാര്യങ്ങൾ, റിസോഴ്സസ് അലോക്കേഷൻ ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൂടെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തികമായിട്ടുള്ള ഒരു നിയന്ത്രണം, എക്കണോമിക് കൺട്രോള് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു എക്കണോമിയിൽ, സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ കോർപ്പറേഷനുകൾക്ക് ഒരു മെയിനായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗവൺമെൻറ്. ഗവൺമെൻറ് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെ നിയന്ത്രിക്കുന്നുണ്ട്? ഗവൺമെൻറ് എങ്ങനെ നിയന്ത്രിക്കും? ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി പോളിസികളിലൂടെ, നിയമങ്ങളിലൂടെ, നയങ്ങളിലൂടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സമ്പദ് വ്യവസ്ഥയെ സാമ്പത്തിക തീരുമാനങ്ങളിൽ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മണി ഇൻഫ്ലേഷൻ, നമ്മൾക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് വരുന്നുണ്ട്? പണം കൂടുതലായിട്ട് വരാം, ദെൻ മണി ഡിഫ്ലേഷൻ വരാം, റിസഷൻ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊരിക്കലും ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കോ അത് നല്ലതല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് എന്ത് ചെയ്യുക? ഈ പണപരമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ എക്കണോമിനെ നിയന്ത്രിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു റോൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ എലമെന്റ് ഏതാണ്? മാർക്കറ്റ്. ഒരു മാർക്കറ്റ്, വിപണി എങ്ങനെ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട്? മാർക്കറ്റിലൂടെയാണ് എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച് നടക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് ഏതിലൂടെയാണ്? മാർക്കറ്റിലൂടെയാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എവിടെയാണ് നടക്കുന്നത്? മാർക്കറ്റിലാണ് നടക്കുന്നത്. സാധന സേവനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന, എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു സ്ഥലമാണ് മാർക്കറ്റ്. അപ്പോൾ ഡിമാൻഡ്, സപ്ലൈ, ഡിമാൻഡിലൂടെയും സപ്ലൈയിലൂടെയും പ്രൈസിങ്ങിലൂടെയും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പണപരമായിട്ടുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ എക്കണോമിയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന മേജറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഈ പറയുന്നതെല്ലാം. അതുപോലെ തന്നെ കുറേയധികം തിയറീസിലൂടെയും ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ്സിൽ ഈ പറയുന്ന മാനേജീരിയൽ എക്കണോമിക് കൺസെപ്റ്റുകൾ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, ബിസിനസ്സിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്? ബിസിനസ്സിൽ ഡിസിഷൻ എടുക്കുന്നതിന്, മേജറായിട്ടുള്ള ബിസിനസ് ഡിസിഷൻ എടുക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഡിമാൻഡ് ഒരു ബിസിനസ്സിൽ ഏതൊക്കെ പ്രൊഡക്റ്റുകൾക്ക് എത്രമാത്രം ഡിമാൻഡ് ഉണ്ട്, എങ്ങനെ നമ്മൾക്ക് ഡിമാൻഡ് കൂട്ടാൻ പറ്റും, പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് കൂട്ടാൻ പറ്റുമോ? അതുപോലെ തന്നെ സപ്ലൈ, മാനേജീരിയൽ എക്കണോമിക്സ് യൂസ് ചെയ്തുകൊണ്ട്, എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം സപ്ലൈ എങ്ങനെ
കൂട്ടാൻ പറ്റും, ഒരു ബിസിനസ്സിൽ സപ്ലൈ കൂട്ടാൻ പറ്റുന്നത് എങ്ങനെ, പ്രൈസ് കൂടിയാലാണോ കുറഞ്ഞാലാണോ, എങ്ങനെ നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ നമുക്ക് സപ്ലൈ കൂട്ടാൻ പറ്റും. അതിന് പ്രൈസ് കൂട്ടി നമുക്ക് സപ്ലൈ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ലാഭം കൂടുതൽ കിട്ടും. പ്രൈസ് കുറച്ചുകൊണ്ട് സപ്ലൈ കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ സ്ഥാപനത്തിൻ്റെ ലാഭം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ബിസിനസ്സിൽ തീരുമാനം എടുക്കുന്നതിന് മാനേജീരിയൽ എക്കണോമിക്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കോസ്റ്റ്. നമ്മുടെ ചിലവ് ഏതൊരു സ്ഥാപനം, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും എന്തിനാണ് ശ്രമിക്കുന്നത്? ചിലവ് ചുരുക്കണം. ചിലവ് ചുരുക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കൂടുതൽ കിട്ടുള്ളൂ, ലാഭം കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ചിലവ് ചുരുക്കിക്കൊണ്ട് കോസ്റ്റ് കുറച്ചുകൊണ്ട് ലാഭം കൂട്ടാനായിട്ട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് പോകേണ്ടത്? അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, ഉൽപാദനം, എന്തൊക്കെ റോ മെറ്റീരിയൽ, എങ്ങനെ മെഷീനറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്കേഴ്സിനെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ മാനുഫാക്ചർ ചെയ്യണം, എങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പറ്റും, റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നമ്മൾ റെഡി ആക്കേണ്ടത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? കോമ്പറ്റീറ്റേഴ്സിനെ നോക്കണോ, ഡിമാൻഡ് നോക്കണോ, പ്രോഡക്റ്റിൻ്റെ നേച്ചർ നോക്കണോ, മാർക്കറ്റിലുള്ള മറ്റു കാര്യങ്ങൾ നോക്കണോ? ഏതൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ മാർക്കറ്റിൽ തന്നെ എത്രമാത്രം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, എത്ര കോമ്പറ്റീഷൻ ഫേസ് ചെയ്തതായിട്ട് വരുന്നുണ്ട്, ഇതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ എത്ര ലാഭം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, പ്രോഫിറ്റ് നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് കൂട്ടിയോ അത്രയും ബെനിഫിറ്റാണ്, സ്ഥാപനത്തിന് നല്ലതാണ്. സ്ഥാപനത്തിൻ്റെ സക്സസിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ്, ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻ എടുക്കുന്നതിൽ, ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഈ പറയുന്ന കൺസെപ്റ്റുകൾ, മാനേജീരിയൽ എക്കണോമിക്സ് കൺസെപ്റ്റുകൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ്? വാട്ട് ഈസ് മാനേജീരിയൽ എക്കണോമിക്സ്? അപ്പോൾ എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ്? മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്ലൈഡ് മൈക്രോ എക്കണോമിക്സ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു അപ്ലൈഡ് മൈക്രോ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ മൈക്രോ എക്കണോമിക്സ്, അപ്ലൈഡ് മൈക്രോ എക്കണോമിക്സ് ആണ് നമ്മൾ ഇതെന്ന് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി ഇൻടു ബിസിനസ്. എക്കണോമിക് തിയറി നമ്മൾ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള തിയറീസ്, സാമ്പത്തിക വിദഗ്ധരുണ്ടാക്കിയിട്ടുള്ള മൈക്രോ എക്കണോമിക്സിൽ പറഞ്ഞിട്ടുള്ള തിയറീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ ചെയ്യുന്നത്. ബിസിനസ്സിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോ എക്കണോമിക്കലായിട്ടുള്ള എക്കണോമിക് തിയറീസ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. Then helps managers make rational decisions. മാനേജേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുക്തിപരമായിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. Then focuses on profit maximization and efficiency. എന്തിന് ഫോക്കസ് ചെയ്യണം? മാനേജേഴ്സിന് ഏതൊരു ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള അൾട്ടിമേറ്റ് എയിം ആയിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കിട്ടുന്നതിന് വേണ്ടി കിട്ടുന്ന വിഭവങ്ങളെ, ദുർലഭമായിട്ടുള്ള വിഭവങ്ങളെ എന്ത് ചെയ്യാം? മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് ഏറ്റവും കാര്യക്ഷമമായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നമ്മൾ എക്കണോമിക്സ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുകയാണ്. എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റുകൾ എന്തിൽ അപ്ലൈ ചെയ്യുന്നു? ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റാം. അപ്പോൾ ഈ ബിസിനസ്
ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജീരിയൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിൽ എന്തിന് പങ്കുണ്ട്, ഏത് നോക്കിയിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്, ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്, എക്കണോമിക്സ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നതിൽ ബിസിനസ്സിൽ ഒരു റോളുണ്ട്. ബിസിനസ്സിൽ മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കൺസെപ്റ്റുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള തിയറീസ്, കൺസെപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഡിസിഷൻസ് എടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ നേച്ചർ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ നേച്ചർ എന്താണ്, മാനേജീരിയൽ എക്കണോമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാനേജീരിയൽ എക്കണോമിക്സിൽ വരുന്ന 2 കൺസെപ്റ്റുകളാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാനേജീരിയൽ എക്കണോമിക്സിൽ 2 കൺസെപ്റ്റുകളാണ് മെയിനായിട്ടും വരുന്നത്, മാനേജ്മെൻറ്റും എക്കണോമിക്സും. ഇതൊക്കെയാണ് 2 കൺസെപ്റ്റുകളാണ് വരുന്നത്, മാനേജ്മെൻറ്റും, മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, മാനേജ്മെൻറ്റ് ഇവിടെ ആവശ്യമുണ്ട്. നമുക്ക് എക്കണോമിക്സും, സാമ്പത്തിക കാര്യങ്ങളും ആവശ്യമുണ്ട്. സാമ്പത്തിക കാര്യങ്ങളും മാനേജ്മെൻറ്റിലൂടെ അത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. എന്താണ് മാനേജ്മെൻറ്റ്? അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരിലൂടെ കാര്യം നടത്തുന്ന ഒരു കലയാണ് എന്ത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് വ്യക്തികളിലൂടെയാണ് ഒരു സ്ഥാപനം നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യണം, പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും, വലുതും ചെറുതുമായിട്ടുള്ള പല ക്യാരക്ടറുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്യണം, കോമൺ ആയിട്ടുള്ള ഒരു എയിമിലേക്ക്, ഒരു ഒബ്ജക്റ്റീവ്സിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നയിക്കുന്ന ഒരു കാര്യമാണിത് മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ളവരിലൂടെ കാര്യം നടത്തുന്ന ഒരു കലയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിന് ചില ഫങ്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷനുകളുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഈ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ്, മാനേജ്മെൻറ്റ് 5 ഫങ്ഷൻ അത് പറയുന്നത്. ഒന്നാമത് പറയുന്നത് പ്ലാനിങ്. മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ആദ്യം മാനേജ്മെൻറ്റ് ഏതൊരു സ്ഥാപനത്തിലും ഏതൊരു മാനേജേഴ്സിൻ്റെയും ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ്, ആസൂത്രണം. ആദ്യം എന്ത് ചെയ്യണം, എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് ഇനി പോകേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് മാനുഫാക്ചർ ചെയ്യണം, എന്താണ് സ്ഥാപനത്തിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. ദെൻ പ്ലാനിങ് കഴിഞ്ഞാൽ അടുത്ത ഫങ്ഷൻ വരുന്നത് എന്താണ്, ഓർഗനൈസിങ്. അടുത്തത് എന്താണ്, പ്ലാൻ ചെയ്തത് പ്രകാരം മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്തത് നടത്തിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഈ സംഭവങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യണം. മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റാഫിങ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ അവിടെ ആര് വേണം, സ്റ്റാഫ് വേണം. സ്റ്റാഫിലൂടെയാണ്, ഹ്യൂമൻ ബീയിങ്സിലൂടെയാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ മാനേജേഴ്സ് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്ത് കാര്യങ്ങൾ അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് മാനേജേഴ്സിനെ കഴിയണം. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റാഫിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷൻ വരുന്നത് ഡയറക്റ്റിംഗ്. മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഈ ആളുകളെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു എയിമിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. അതിന് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യണം, മാനേജേഴ്സ് ഇവരെ ആ കോമൺ ഗോളിലേക്ക്, സ്ഥാപനത്തിനെ മൊത്തത്തിൽ ആ കോമൺ ഗോളിലേക്ക്, ഒബ്ജക്റ്റീവ്സിലേക്ക് നയിക്കാനായിട്ട് മാനേജേഴ്സിന് സാധിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് 5ാമത് ഫംഗ്ഷൻ വരുന്നത് കൺട്രോളിങ്. നിയന്ത്രിക്കണം. ആളുകളെയും മെറ്റീരിയൽസിനെയും വിഭവങ്ങളെയും എല്ലാത്തിനെയും മൊത്തത്തിൽ സ്ഥാപനത്തെ നിയന്ത്രിക്കാനായിട്ട് മാനേജേഴ്സിന് കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇങ്ങനെയുള്ള ഫങ്ഷൻസിലൂടെ ഒരു സ്ഥാപനത്തിലുള്ള മൊത്തം ആളുകളെയും കോമൺ എയിമിലേക്ക്, കോമൺ ഒബ്ജക്റ്റീവ്സിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്
കാര്യമാണ് ഇത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാനേജ്മെന്റും സാമ്പത്തിക കാര്യങ്ങൾ എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ക്യാരക്ടർ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എക്കണോമിക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലുള്ളത്. ഹ്യൂമൻ വാണ്ട്സ് ആണെങ്കിലോ അൺലിമിറ്റഡ് ആണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അപ്പം അങ്ങനെ അനന്തമായിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിഭവങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അത് എന്തിലേക്ക് നയിക്കും? ലീഡ്സ് ടു ചോയ്സ്. അവിടെ നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് അവിടെ നയിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ അവിടെ നമുക്ക് നിറവേറ്റേണ്ടതായിട്ട് വരും. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളവിടെ ഒഴിവാക്കേണ്ടതായിട്ട് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഗീവ് അപ്പ് ചെയ്യേണ്ടത്, ട്രേഡ് ഓഫ് അവിടെ ഗീവ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് അവിടെ ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും, ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള എക്കണോമിക്സ് മാനേജ്മെന്റിനോട് കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു ഫീച്ചറാണ്, ഒരു നേച്ചറാണ് മാനേജീരിയൽ എക്കണോമിക്സിന് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടിയ വിഭവങ്ങളെ നമ്മൾ പറഞ്ഞു എക്കണോമിക്സിൽ നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റഡ് റിസോഴ്സസിനെ നമ്മൾ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളവിടെ യൂസ് ചെയ്യണം. മാക്സിമം കാര്യക്ഷമത, എഫിഷ്യൻസി നമ്മളവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻഎഫിഷ്യൻസി, അതുപോലെ തന്നെ എഫിഷ്യൻസി, എത്ര പ്രോഡക്റ്റ് എങ്ങനെ നമ്മൾ കാര്യക്ഷമത ഇല്ലായ്മയും നല്ല എഫിഷ്യൻസിയും അതുപോലെ തന്നെ മാക്സിമം പോസിബിലിറ്റി, നമുക്ക് എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പോസിബിൾ ആയിട്ട് നമുക്ക് അവിടെ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും. ദെൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ചാർട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത്ര മാത്രമാണ് നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ലിമിറ്റഡ് റിസോഴ്സസിന് നമുക്ക് എത്ര കാര്യക്ഷമമാക്കാം എന്നുള്ളതാണ് ഈ ഒരു എഫിഷ്യൻസി കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ 3 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ 3 സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് 3 സെൻട്രൽ പ്രോബ്ലംസ്? വാട്ട് ടു പ്രൊഡ്യൂസ്, നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, സമൂഹത്തിൻ്റെ ആവശ്യം എന്താണോ, നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യം എന്താണോ, സൊസൈറ്റിയുടെ ആവശ്യം എന്താണോ, ആവശ്യത്തിനനുസരിച്ച് ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, വാട്ട് ടു പ്രൊഡ്യൂസ്. ആൻഡ് സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, മെഷീനറി വെച്ചിട്ടോ ആളുകളെ വെച്ചിട്ടോ ഈ റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ എങ്ങനെയാണ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ സാധനങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണോ, കൺസ്യൂമേഴ്സ് പബ്ലിക്കിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിനകത്താണോ അതോ പുറത്തുള്ള ആളുകൾക്കാണോ, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഈ മേജർ പ്രോബ്ലംസ്, സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് വേണം മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മളെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ വാണ്ട്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു, അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്. റിസോഴ്സസ് എങ്ങനെയാണ്?